അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുലാസത്തുൽ ഫിഖ് ക്ലാസ് 200. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ ഖുലാസത്തുൽ ഫിഖിൻ്റെ 200-ാം ക്ലാസ് പൂർത്തിയായിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതോടുകൂടി ഹജ്ജിൻ്റെ ബാബ് അവസാനിക്കുകയാണ്. ഇന്ന് തവാഫുൽ വദാഇനെ കുറിച്ച്, വദാഇൻ്റെ തവാഫ്, വിടവാങ്ങൽ തവാഫ്, അതാണ് ഇന്നത്തെ ക്ലാസ്. യജിബു അലാമൻ അറാദ മുഫാറഖത മക്കത്ത. യജിബു, വദാഇൻ്റെ തവാഫ് നിർബന്ധമാകും, വിടവാങ്ങൽ തവാഫ് അത് അലാമൻ ഒരുത്തൻ്റെ മേലിൽ നിർബന്ധമാകും. എങ്ങനത്തെ ഒരുത്തനാണ്? അറാദ, അവൻ ഉദ്ദേശിച്ചു, മുഫാറഖത മക്ക, മക്കയെ വിട്ടുപിരിയലിനെ ഉദ്ദേശിച്ചു. എത്ര വിട്ടുപിരിയ? ഇലാ മസാഫത്തി ഖസിരിൻ, നിസ്കാരം ജംഅ ഖസർ, ഖസറാക്കേണ്ട ദൂരം, അഥവാ 132 കിലോമീറ്റർ, 2 മർഹല. അപ്പം 132 കിലോമീറ്റർ വഴിദൂരത്തിലേക്ക്, അകലത്തിലേക്ക് മക്കയുമായി വിട്ടുപിരിയാൻ ഉദ്ദേശിച്ച ഒരു വ്യക്തി, ആ വ്യക്തിക്ക് വദാഇൻ്റെ തവാഫ് നിർബന്ധ. അല്ലെങ്കിൽ ഔ ഇലാ വതനിഹി, അല്ലെങ്കിൽ അവൻ്റെ നാട്ടിലേക്കാണ് മടങ്ങുന്നത് മക്കയിൽ നിന്ന്. ആ നാട്ടിലേക്ക് മടങ്ങുന്ന വ്യക്തി സവാഉനിൽ മക്കിയു വഗൈറുഹു, അവൻ മക്കക്കാരനാവട്ടെ അല്ലാത്തവരാവട്ടെ, വന്നാസിക്കു, ഹജ്ജിൻ്റെ അമൽ നിർവഹിക്കുന്നവനാവട്ടെ, വഗൈറുഹു, അല്ലാത്തവരാവട്ടെ, മക്കയിൽ നിന്ന് ഇപ്പറഞ്ഞ ദൂരത്തേക്ക് ഈ പറഞ്ഞ രൂപത്തിൽ അവർ മടങ്ങുകയാണെങ്കിൽ അവർക്കൊക്കെ എന്ത് നിർബന്ധമാണ്? വദാഇൻ്റെ തവാഫ് നിർബന്ധമാണ്. ഉദാഹരണത്തിന് ഉംറക്കോ ഹജ്ജിനോ ഒക്കെ പോയി നമ്മൾ മദീനത്തേക്ക് വരിക. മദീനത്തേക്ക് ഏകദേശം 450-ലധികം കിലോമീറ്റർ ഉണ്ടല്ലോ. അപ്പോൾ ഖസറിൻ്റെ വഴിദൂരം കഴിഞ്ഞു. എന്നിട്ട് മദീനത്ത് പോയിട്ട് വീണ്ടും നമ്മൾ മക്കത്തേക്ക് പോകുക തന്നെയാണ്. എന്നാൽ പോലും 132 കിലോമീറ്റർ അകലം ഉള്ളതുകൊണ്ട് മക്കയിൽ നിന്ന് വരുമ്പോൾ വദാഇൻ്റെ തവാഫ് നിർബന്ധമാണ്. എന്നിട്ട് മദീനത്തെ സിയാറത്ത് കഴിഞ്ഞ് വീണ്ടും മക്കത്ത് പോയി ഉംറ നിർവഹിക്കുകയാണ്. അത് കഴിഞ്ഞ് നാട്ടിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണെങ്കിൽ അപ്പോഴും എന്ത് ചെയ്യണം? വദാഇൻ്റെ തവാഫ് നിർബന്ധമാണ്, ചെയ്യണം. ശ്രദ്ധിച്ചോളൂ. ഫലോ ഖറജ, അപ്പോൾ ഒരാൾ പുറപ്പെട്ടു, മിൻ മക്കത്ത, മക്കയിൽ നിന്ന് പുറത്തു വന്നു. മക്കയുടെ അതിർത്തിയൊക്കെ എല്ലാവർക്കും അറിയാലോ. ജിദ്ദ എയർപോർട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ നമുക്ക് മക്കയുടെ ഹദ് അതിർത്തികൾ കാണാവുന്നതാണ്. ഹറമിൻ്റെ ഹദ് കാണാം, മക്കയുടെ ഹദ് കാണാം. അപ്പോൾ മക്കയിൽ നിന്ന് ഒരാൾ പുറത്തു പോകുകയാണ്. ലിഹാജത്തിൻ, വേറെ ഒരാവശ്യത്തിന് വേണ്ടിയാണ് പുറത്തു പോകുന്നത്. മക്കയിൽ നിന്ന് അയാൾ ഒരു ആവശ്യത്തിന് ജിദ്ദയിലേക്ക് ഇങ്ങോട്ട് പോവുക. അങ്ങനെ ഫതറഅ ലഹു സഫറു, അയാൾക്ക് പെട്ടെന്ന് ആവശ്യമായി വന്നു. അസഫറു, യാത്ര പോകൽ. അങ്ങനെ ജിദ്ദയിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്ന വ്യക്തിക്ക് പെട്ടെന്ന് അനിവാര്യമായിട്ട് എന്ത് ചെയ്യേണ്ടി വന്നു? അവിടെ നിന്ന് തന്നെ നാട്ടിലേക്ക് വരേണ്ടി വന്നു. ആ വ്യക്തി എന്നാൽ ലം യൽസംഹുൽ വദാഉ, അയാൾക്ക് വദാഇ നിർബന്ധമില്ല. ഈ വ്യക്തിക്ക് എന്തില്ല? വദാഇൻ്റെ തവാഫ് ചെയ്യൽ നിർബന്ധമില്ല. വലാ യുഅ്തദു, വദാഇൻ്റെ തവാഫായിട്ട് പരിഗണിക്കപ്പെടൂല. മിനന്നാസിക്ക്, ഹജ്ജിൻ്റെ അമൽ നിർവഹിക്കുന്ന വ്യക്തി, ഹജ്ജിൻ്റെ അമൽ നിർവഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് വദാഇൻ്റെ തവാഫായി എണ്ണപ്പെടുന്നതല്ല, പരിഗണിക്കപ്പെടുന്നതല്ല. ഇല്ലാ ബഅദ ഫറാഇദി നുസുഖിഹി, അയാളുടെ ഹജ്ജിൻ്റെ അമൽ പൂർത്തിയായതിനു ശേഷമല്ലാതെ, ഹജ്ജിൻ്റെ അമൽ പൂർണ്ണമായും പൂർത്തിയായ ശേഷമേ അയാളുടെ വദാഇൻ്റെ തവാഫിന് എന്ത് ചെയ്യുള്ളൂ? പരിഗണിക്കപ്പെടുള്ളൂ. ഇനി വലാ യംകുസു, അയാൾ താമസിക്കരുത്, നിൽക്കരുത്, ബഅദഹു, വദാഇൻ്റെ തവാഫിന് ശേഷം, ലിഗൈരി ഹാജത്തിൻ തതഅല്ലഖു ബിസഫരി, ഒരു ആവശ്യവുമില്ലാതെ. എങ്ങനത്തെ ആവശ്യം? തതഅല്ലഖു ബിസഫരി, അവൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ട ആവശ്യമല്ലാത്ത ഒരു കാര്യത്തിനും പിന്നെ അവിടെ എന്ത് ചെയ്യരുത്? വദാഇൻ്റെ തവാഫ് കഴിഞ്ഞാൽ ആ നാട്ടിൽ താമസിക്കരുത്. ഇനി ഫ്ലൈറ്റ് 2 ദിവസം ഡിലേ ആയി, അല്ലെങ്കിൽ പാസ്പോർട്ട് കിട്ടാൻ വൈകി, അത്തരം യാത്രയുടെ അത്യാവശ്യങ്ങളല്ലാത്ത മറ്റ് വിഷയങ്ങൾക്ക് വേണ്ടി വദാഇൻ്റെ തവാഫിന് ശേഷം എന്ത് ചെയ്യരുത്? അവിടെ തന്നെ, അങ്ങനെ മക്കയിൽ തന്നെ താമസിച്ച് നിൽക്കരുത്. ഇനിയോ ഫൈൻ മക്കസ, അപ്പോൾ ഒരാൾ അങ്ങനെ താമസിച്ചാൽ, വദാഇൻ്റെ തവാഫിന് ശേഷം വീണ്ടും മക്കയിൽ താമസിച്ചാൽ, ലസിമഹുൽ ഇആദത്തു, വീണ്ടും വദാഇൻ്റെ തവാഫിനെ മടക്കൽ എന്താണ്? നിർബന്ധമാണ്. അത് വഇൻ കാന നാസിയൻ ഔ ജാഹിലൻ, അവൻ മറന്നു ചെയ്താൽ താമസിച്ചാലും ശരി, ഔ ജാഹിലൻ, ഇതൊന്നും അറിയാത്ത ജാഹിലാണ് അവൻ, എന്നാലും ശരി, അവൻ എന്ത് ചെയ്യണം? വദാഇൻ്റെ തവാഫിനെ മടക്കൽ നിർബന്ധമാണ്. ഇനി ശ്രദ്ധിച്ചോളൂ. വലിനഹവി ഹൈലിൻ, ഹൈല് പോലോത്ത സ്ത്രീക്കുണ്ട്. ഹൈല് പോലോത്തത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം പിന്നെ നിഫാസ്, രക്തം അവൾക്കും, അതുപോലെ തന്നെ സലിസുൽ ബൗല്, ഇങ്ങനെയുള്ള
ഇത് പോലത്തെ ആളുകൾക്കുണ്ട്. എന്തുണ്ട്? അന്നഫുറുബില വദാഇൻ, വദാഇന്റെ തവാഫില്ലാതെ തന്നെ അവർക്ക് എന്ത് ചെയ്യാ? നാട്ടിലേക്ക് മടങ്ങാം. അമൽ നിർത്തിയവർക്ക് മടങ്ങൽ ഉണ്ട്, അവർക്ക് അതിന് വിരോധമുള്ളതല്ല. അപ്പൊ അവരുടെ യാത്രയുടെ സമയമൊക്കെ ആയിക്കഴിഞ്ഞാലേ, ഹൈലുകാരിയാണെങ്കിൽ ഹൈല് കഴിയോളം അവൾക്ക് നോക്കി നിൽക്കാൻ സമയമല്ല. ഹൈലുള്ളതോടുകൂടി തവാഫ് ചെയ്യേണ്ടത് പള്ളിയിലല്ലേ, പള്ളിയിലോട്ട് പ്രവേശിക്കാനും പാടില്ല അവള്. അപ്പൊ അവൾക്ക് എന്ത് ചെയ്യാം? അങ്ങനെ മടങ്ങാം, അതിന് കുഴപ്പമുള്ളതല്ല. ഇനി വൈഹൈസു വജബ, ഈ വദാഇന്റെ തവാഫ് നിർബന്ധമാകുമ്പോൾ യൽസമു നിർബന്ധമാകും ബിതർക്കിഹി, ഈ വദാഇന്റെ തവാഫ് ഉപേക്ഷിക്കൽ കൊണ്ട് നിർബന്ധമായി തീരും ദമുൻ, ഒരറവ്, രക്തം ചിന്തൽ നിർബന്ധമാകും, ഒരറവ് നിർബന്ധമാകും കേട്ടോ. മാലം യഉദ്, അവൻ മടങ്ങാത്ത കാലത്തോളം, ഖബ്ല വുസൂലിഹി, അവൻ്റെ നാട്ടിലെത്തുന്നതിൻ്റെ മുമ്പ്, അല്ലെങ്കിൽ ഈ മസാഫത്തു ഖസർ എത്തുന്നതിൻ്റെ മുമ്പ്, ഖബ്ല വുസൂലിഹി, അവൻ എത്തിച്ചേരുന്നതിൻ്റെ മുമ്പ് മടങ്ങിയിട്ടില്ലെങ്കിൽ, എവിടെ എത്തിച്ചേരുക? മസാഫത്തൽ ഖസ്രി, ഖസറിൻ്റെ വഴിദൂരത്തിൻ്റെ ആ ഹദ് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ അവ ഒത്തനിഹി, അല്ലെങ്കിൽ അവൻ്റെ നാട്ടിലേക്ക് അവൻ എത്തിയിട്ടില്ല എങ്കിൽ, എത്തുന്നതിൻ്റെ മുമ്പ് അവൻ എന്ത് ചെയ്തു? മടങ്ങിയിട്ടില്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഇങ്ങനെ അറത്ത് കൊടുക്കൽ എന്താണ്? നിർബന്ധമാണ്, തവാഫിൽ വദാ ഒഴിവാക്കൽ കൊണ്ട്. അപ്പോൾ ഖബ്ലഹു, അപ്പോൾ നാട്ടിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പോ അല്ലെങ്കിൽ മസാഫത്തുൽ ഖസർ എത്തുന്നതിൻ്റെ മുമ്പോ അയാൾ മടങ്ങിയാലോ, എന്നിട്ട് വതാഫ, അയാൾ തവാഫും ചെയ്താൽ, സഖതദ്ദമു, അയാളിൽ നിന്ന് ദമു ഒഴിവാകുകയും ചെയ്യും, അറവ് ഒഴിവാകുകയും ചെയ്യും. ഇനി വയുസന്നു, സുന്നത്താക്കപ്പെടും, അന്യഅ്തിയ ബഅദഹു, തവാഫുൽ വദാഇന് ശേഷം, തവാഫുൽ വദാ, ആ വദാഇന്റെ തവാഫിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ടല്ലോ. അപ്പൊ ഈ നിസ്കാരത്തിന് ശേഷവും അവൻ എത്തുക, വരൽ സുന്നത്താണ്. എവിടെ വരിക? അൽ മുൽത്തസിമ, മുൽത്തസമിലെത്തുക. മുൽത്തസിം അറിയാലോ എല്ലാവർക്കും. പടച്ചോനെ, മാബൈനൽ ബാബി വൽ ഹജറിൽ അസ്വദി മിനൽ ബൈത്ത്, കഅബയുടെ ഹജറുൽ അസ്വദിന്റെ മൂലയും അതുപോലെ തന്നെ പരിശുദ്ധമായ കഅബയുടെ വാതില്, ഈ വാതിലിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ് ഇത് മുൽത്തസം. എന്നും തിക്കും തിരക്കുള്ള സ്ഥലം, അതാണ് അതിന് മുൽത്തസം എന്ന് പേരെന്നെ വെച്ചത്. അവിടേക്ക് എത്തുക. അവിടെ ഇങ്ങോട്ട് എത്തിയിട്ട് സൗകര്യപ്പെടുകയാണെങ്കിൽ ആ മുൽത്തസിമിനോട് അവൻ ഒട്ടി നിൽക്കണം, ചേർന്ന് നിൽക്കണം. ബദനഹു, എന്തിനെ? അവൻ്റെ ശരീരത്തെ അങ്ങ് ചേർത്ത് വെക്കണം. അല്ലാഹ്, അവൻ്റെ കവിളും നെറ്റിത്തടവും മുഖവും അവൻ്റെ നെഞ്ചും ഒക്കെ അങ്ങോട്ട് ചേർത്ത് വെച്ച്, വലത് കൈ കഅബയുടെ ആ വാതിലിൻ്റെ അങ്ങോട്ട് ചേർത്ത്, ഇടത് കൈയിനെ ഹജറുൽ അസ്വദിൻ്റെ അങ്ങോട്ട് ഇങ്ങനെ നീട്ടി അവനിങ്ങനെ ചേർത്ത് വെക്കുക ശരീരത്തെ മുൽത്തസമിലേക്ക്. അങ്ങനെ ചേർത്ത് വെച്ച ശേഷം ഫയദുഅ, അവൻ ദുആ ചെയ്യണം, ബിമാ ഹബ്ബ, അവൻ ഇഷ്ടമുള്ള ദുആ കൊണ്ട് ദുആക്കുക. അവിടെ നിന്നിട്ട് ദുആക്ക് ഉത്തരമുള്ള സ്ഥലമാണത് മുൽത്തസമൊക്കെ. വൽ മഅ്സൂറു, നബിതങ്ങളിൽ നിന്ന് വന്ന ദുആകളാണ് അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമായത്. അങ്ങനെ അതിനുശേഷം സുമ്മയശ്റബ, അവൻ കുടിക്കണം, മിൻ സംസമ, സംസം വെള്ളം കുറച്ച് കുടിക്കുക. സുമ്മയത്തിയൽ ഹജറുൽ അസ്വദ, വീണ്ടും അവൻ ഹജറുൽ അസ്വദിൻ്റെ അടുത്ത് വരിക. ഫയഫ്അല ബിഹി മാ തഖദ്ദമ, നേരത്തെ പറഞ്ഞ, മുമ്പ് പറഞ്ഞ വിഷയങ്ങളൊക്കെ ഹജറുൽ അസ്വദിൻ്റെ അടുത്ത് നിന്നും അവൻ പ്രവർത്തിക്കുക. എന്ന് പറഞ്ഞാൽ ഹജറുൽ അസ്വദിനെ ഇങ്ങനെ ചുംബിച്ച് ഇഷ്ടമുള്ളത് ദുആക്കുക, ഇതൊക്കെ ചെയ്യുക. ഇതിന് ശേഷം സുമ്മയൻസരിഫ, പിന്നെ അവൻ തിരിഞ്ഞു പോരണം. ഹജറുൽ അസ്വദിനെ ചുംബിച്ചവൻ എന്ത് ചെയ്യണം? തിരിഞ്ഞു പോരണം. എങ്ങനെയാണ് തിരിഞ്ഞു പോരേണ്ടത്? കൽ മുതഹസ്സിനി, വളരെ ദുഃഖിതനായിട്ട്, വളരെ ദുഃഖത്തോടുകൂടി കഅബയെ വിട്ടു പിരിയുന്നു എന്ന ആ വലിയ ദുഃഖത്തോടുകൂടി അവൻ എന്ത് ചെയ്യണം? പിരിഞ്ഞു പോരണം. മിംബാബിൽ വദാ, വദാഇന്റെ ബാബുൽ വദാ, വദാഇന്റെ ബാബ് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ വാതിലിലൂടെ അവൻ തിരിഞ്ഞു പോരണം. ഫഇന്ന ജസ, അതിന് കഴിഞ്ഞില്ലെങ്കിൽ, അവിടെ തിരക്ക് കാരണമോ മറ്റോ ആ വാതിലിലൂടെ വരാൻ കഴിഞ്ഞില്ലെങ്കിലോ, ഫമിൻ ബാബിൽ ഉംറത്തി, ബാബുൽ ഉംറയിലൂടെ, അതൊക്കെ നമ്മളവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, നമുക്ക് കാണാം. ബാബുൽ ഉംറയിലൂടെ കയറി അവൻ എന്ത് ചെയ്യണം? പുറത്തേക്ക് വരണം. ഇതാണ് അവസാനം നമുക്ക് പറയാനുള്ളത്. റഹ്മാനുറഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പരിശുദ്ധമായ ഹജ്ജ്, ഉംറ, സിയാറത്ത് അള്ളാഹുവിന് പൊരുത്തപ്പെടുന്ന രൂപത്തിൽ നിർവഹിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനുള്ള സമ്പത്തും സൗകര്യങ്ങളൊക്കെ അള്ളാഹു, ആരോഗ്യവും അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.